വിവാദങ്ങൾക്കിടയിലും കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് എമ്പുരാൻ. 2025 ഇന്ത്യയിൽ ആദ്യ ആഴ്ച ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ലഭിച്ച സിനിമയായി മാറുകയാണ് എമ്പുരാൻ. വിക്കി കൗശൽ ചിത്രം ജാവയെ പിന്തള്ളിയാണ് എമ്പുരാൻ മുന്നിലെത്തിയത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ചിത്രം മൂന്നാമതാണ് എത്തിയിരിക്കുന്നത്. ഏകദേശം $19 മില്യൺ സിനിമയുടെ ആഗോള കളക്ഷൻ, അതായത് ഏകദേശം 165 കോടി. ആഗോള കളക്ഷനിൽ ഡിസ്നിയുടെ സ്നോ വൈറ്റ്, ജേസൺ സ്റ്റാഥത്തിന്റെ വർക്കിംഗ് മാൻ എന്നീ സിനിമകൾക്ക് തൊട്ടുപിന്നിലാണ് എമ്പുരാൻ. റീസെൻസറിംഗ് വിവാദം വന്നതോടെ കേരളത്തിലും സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ലാത്ത സാഹചര്യമാണ്. അവധി ദിവസമായി ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വെളുപ്പിന് 4 മണി മുതലായിരുന്നു സിനിമയുടെ പ്രദർശനം. ഞായറാഴ്ച മാത്രം 10 കോടിക്ക് മുകളിലാണ് സിനിമ കളക്ട് ചെയ്തത്. 5-ാം ദിനത്തിൽ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി വാരിയേക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. ആടുജീവിതം, ആവേശം എന്നീ സിനിമകളെ പിന്തള്ളി മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ ലഭിക്കുന്ന സിനിമയുടെ പട്ടികകളിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് എമ്പുരാൻ. ഇന്ത്യക്ക് പുറത്ത് എമ്പുരാൻ ഇതുവരെ നേടിയത് 85 കോടിയിലേറെ രൂപയാണെന്നാണ് മോഹൻലാൽ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നത്. വിവാദം പുകയുമ്പോഴും വിജയകരമായി പ്രദർശനം തുടരുകയാണ് എമ്പുരാൻ. 48 മണിക്കൂറിനുള്ളിലാണ് ചിത്രം 100 കോടി ക്ലബിലെത്തിയത്. മാർച്ച് 27 ചിത്രം റിലീസായത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.